ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ആനാടുള്ള അഫീഖ് ഹോട്ടലിൽ എത്തിട്ടോ. അപ്പം നമുക്കിനി ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്ക് ചോറ് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കഞ്ഞി ഇല്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ചോറ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അഫീഖ് ഹോട്ടലിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് തവണ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കടയാണ് കേട്ടോ അഫീഖ് ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇന്ന് ഊണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഇതാ ഊണൊക്കെ കിട്ടിയിട്ടുണ്ട്. 2 ഊണല്ലേ ഏട്ടാ വെച്ചാ? 2 ഊണ് 120 മാച്ചു. ഞങ്ങൾ ദാ പോകുന്നു. പോകുന്ന വഴിക്ക് തത്തങ്കോടുള്ള ഒരു പാൽ സർബത്ത് കളി. ഒരു കപ്പിന് 70 രൂപയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടല്ലോ, നല്ല തിരക്കാണ്. പമ്പിൽ എണ്ണ അടിക്കാൻ കയറിയിട്ടുണ്ട്. സൂപ്പറാണ്. അങ്ങനെ പമ്പിൽ ഇറങ്ങി ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണേ. അത് പതിനല്ലെങ്കിൽ പറ്റുന്നത് പട്ടിക്കൊണ്ട് കൊടുക്കും ബാക്കിയുണ്ടെങ്കിൽ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരത്തിന് വോയിസ് കൊടുത്തില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് ആശുപത്രിയിൽ നമ്മളാണ് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർ. അപ്പുറത്തൊരു അമ്മച്ചി ഉണ്ടോ ഇത് കാണുന്നത്, യൂട്യൂബ് കണ്ടോണ്ടിരിക്കുക. നേരം പോണ്ടേ? അതെ, നേരെ പോണം. ആശുപത്രി പഠിക്കൽ മീനൂട്ടി ഓടി കളിക്കാണ് കേട്ടോ. മീനൂട്ടി ഡാൻസൊക്കെ കളിക്കുകയാണ്. ഇവിടെ ആളൊന്നും ഇല്ല കേട്ടോ. ഉച്ച കഴിഞ്ഞുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണ്. കെട്ടിടത്തിന്റെ ഇടയ്ക്ക് ആൽമരത്തിന്റെ തൈ നിൽക്കുന്നു കേട്ടോ. അപ്പൊ ഇത് ഒരു പാർട്ടി കണ്ടിട്ട് പറഞ്ഞതാണ്, ആ വീഡിയോ കൂടെ എടുത്തെന്ന് നമ്മളെ ചാനലിൽ ഇട്ടേക്കാൻ പറഞ്ഞു. അതൊക്കെ ഇട്ടതാണ്, നമ്മുടെ ഒരു സബ് പറഞ്ഞതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പം ഏകദേശം 6:30 മണി അടുപ്പിച്ചായി കേട്ടോ. അപ്പം നമ്മൾ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലെന്ന്. എങ്ങനെ എടുത്തതാണ് കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇവിടെ നമ്മുടെ ആലിൻ്റെ മൂട് എത്തുന്ന ആ ഭാഗമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആലിൻ്റെ മൂട് വഴി പോകുകയാണ്. അച്ഛനും അമ്മയൊക്കെ അവിടെ സുഖമായിട്ടിരിക്കുന്നു. പേരെന്ന് വിട്ടോന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളിന്നിപ്പോൾ ഇത്രയും ഉച്ചയ്ക്ക് വന്നിട്ട് ഈ വൈകുന്നേരം വരെയൊക്കെ അവരോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഇത് നമ്മൾ വരുന്ന വഴിക്കാണ് കേട്ടോ. ആനാട് നിന്നും നമ്മൾ മുട്ടക്കാവിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ഒരു ക്യാമറ എടുക്കത്ത് ഇത് തേരി ഭാഗത്ത് കാണുന്ന സൈറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ബാങ്കിൽ ഞാനിതൊരു ആവശ്യമായിട്ട് നമ്മളിതൊരു ലോണിൻ്റെ ആവശ്യമായിട്ട് തിരക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ പെരേഡത്തിൻ്റെ താഴ്ഭാഗം സെൻറ്റിന് 80,000 രൂപ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോൺ ഇട്ട് തരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വസ്തു ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലോട്ടുകളെല്ലാം നമ്മുടെ ഇത് സ്ക്വയർ ചെയ്ത് തന്നെയാണ് അവരിട്ടിരിക്കുന്നത്. വസ്തു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു വീട് വയ്ക്കാൻ പറ്റിയ വസ്തുവൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ, നമ്മുടെ പൈസയൊന്നുമില്ല വാങ്ങിക്കാൻ. അപ്പോൾ നമ്മളൊന്ന് നോക്കി വച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആ വസ്തുവും കണ്ടിട്ട് നമ്മൾ പിന്നെ നമ്മുടെ യാത്ര തുടർന്നു. ചേട്ടനും മീനും കൂടെ വഞ്ചോത്ത് കടയിൽ കയറിയതാണ് കേട്ടോ, പഞ്ചസാര വാങ്ങിക്കാനായിട്ട്. വഞ്ചോത്ത് വന്നപ്പോൾ അവിടെ ഒരു കടയിൽ കയറി. മീനെക്കുട്ടി ഇവിടെ വഞ്ചോത്ത് കടയിൽ വരുമ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മുട്ടായി. എവിടെ മീനു? ഇതാ കേട്ടോ, 5 രൂപയല്ലേ മീനു? അത് മാച്ച് വെക്കുന്നതുകൊണ്ട് നേരെ കടയിൽ നിന്ന് ഓടി വന്ന് വണ്ടി വന്നിരുന്ന് മുട്ടായി കഴിക്കുകയാണ്. 5 രൂപ 10 രൂപയാണ് 5 രൂപയാണെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനെക്കുട്ടിക്ക്. ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെ എത്തി ഗൈസ്? നമ്മൾ പേഴുമൂട് കുഴിയിൽ വീട്ടിലെത്തി ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? എവിടെ മീനൂട്ടി? എവിടെ ഗൈസ്? ഇതെന്താ
എല്ലാം ഉണ്ട്. അങ്ങനെ ഗായ്സ് നമ്മൾ കുഴിയിൽ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ചോറ് കഴിക്കാം. ചോറ്, അവിയൽ. എനിക്കും വെച്ചു അവിയൽ. അവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചു. നീ എന്ത് കറി? പൊന്നോ, എനിക്ക് മാങ്ങ വേണ്ടോ? മാങ്ങ വേണ്ടി അല്ലെങ്കിൽ വൈ ഒരു മാങ്ങ വൈ. മാമ്പഴ പുളിശ്ശേരി ചേട്ടന് ഫേവറേറ്റ് ആയിട്ട്. പയറ് മെഴുക്ക് വരട്ടി. അപ്പൊ കഴിക്കാം. രാത്രിത്തെ ആഹാരം. അപ്പൊ പോവാ. എവിടെ പോ? ഇത് നമ്മുടെ കൂപ്പിലുള്ള പുതിയൊരു കുരിശടിയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് മീൻ ഇതുവഴി പോകുമ്പോൾ പറയുന്നു, അച്ഛാ എന്നെ ഈ കുരിശടിയിലൊന്ന് ഇറക്കണേന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവഴി വന്നപ്പോൾ പറഞ്ഞു മീനു ഇറങ്ങി കുരിശടിയൊക്കെ കണ്ടോളാൻ പറഞ്ഞിട്ടോ. അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാമേ. സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ കീഴിൽ വന്ന കുരിശടി. അങ്ങനെ വീട്ടിൽ വന്ന് കയറി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്ന് മീൻകുട്ടി വന്ന തന്നെ ഒരു പാവ എടുത്തുകൊണ്ടൊക്കെ വന്നങ്ങിരുന്നു കേട്ടോ. ആവശ്യം നേരെ വന്നതിന് ശേഷം എന്താ നേരെ നമ്മുടെ ജൂലിക്കുട്ടിക്ക് ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐറ്റം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മുല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതെ, മുല്ല. അവിടെയൊക്കെ എന്ത് പറയുന്നുള്ള അറിയത്തില്ല. മുല്ലപ്പൂ എന്നാണ് നമ്മളവിടെയൊക്കെ പറയുന്നത്. പിന്നെ മീൻ കൊണ്ടുവന്ന അല്ലേ, ജൂലിക്കായിട്ട് മീൻ കൊണ്ടുവന്നാണല്ലേ. അതെ അതെ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ തൈരും പപ്പടവും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെ അതെ. പെട്ടെന്ന് ദോശ ഉണ്ടാക്കി. ഇത് നമ്മുടെ ജൂലിക്ക് തല കൊണ്ടുവന്നത് വേവിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മീൻകുട്ടിക്ക് വേണ്ടി മീൻ ഫ്രൈ ചെയ്തത്, നല്ല ചൂടുണ്ട്. പിന്നെ ദാ ഇത് നമുക്ക് ഓരോ ഗ്ലാസ്, 1/2 ഗ്ലാസ് കട്ടൻ കൂടി കുടിക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മീനുക്കുട്ടി നമ്മുടെ ഞായറാഴ്ച ദിവസം ഇന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ മീനുക്കുട്ടി? എവിടെയൊക്കെ പോയി, ആശുപത്രിയിലായിരുന്നു, അമ്മാമ്മയെ കണ്ടു, അച്ചാച്ചനെ കണ്ടു, എല്ലാരെയും കണ്ടു, കുഞ്ഞമ്മേനെ കൊച്ചിച്ചന എല്ലാരെയും കണ്ടല്ലേ. പിന്നെ തിരിച്ചു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.